എടാ നിനക്ക് കണ്ടവൻ്റെ സാധനം, പക്ഷെ അതെനിക്ക് സാധനം, എൻ്റെ സാധനം. ഓക്കെ, മുതലാളിയൊക്കെ ശരി തന്നെ. റിമ്മ് സ്ക്രാച്ച് ആവുമെങ്കിൽ പൈസ തരൂല. ആ എന്താ നോക്കണേ? വീലടിക്കാൻ എപ്പോടാ? ഹലോ ഗൈസ്, നോക്കട്ടെ വീഡിയോ ചാനൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്ന് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഡ്രൈവ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് വരുന്നതൊക്കെ ബൈക്ക് റിലേറ്റഡ്, ട്രാവൽ ബൈക്ക് റിലേറ്റഡ് വീഡിയോസൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രാഗ് ബേസിട്ടുള്ള വീഡിയോസൊക്കെ വന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് തന്നെ വിളിക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മുടെ ചാനലൊക്കെ ഫുള്ള് ഡ്രാഗ് വണ്ടിയുടെ പെർഫോമൻസ് ബേസിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കണം. നമ്മുടെ ട്രാവൽ ബേസൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ ഒരു അതേ ഡ്രാഗ് ബേസിലുള്ള വീഡിയോ ഒക്കെ ആയിരിക്കണം. എന്താണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിക്ക് കഴിഞ്ഞ പൊന്മുടി വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. പൊന്മുടി വീഡിയോയിൽ പോയിരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ടയർ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മൊത്തം നൂല് കണ്ടിരിക്കുകയാണ് ഫുള്ള്. അപ്പം എന്തായാലും അതുകൊണ്ടൊക്കെയാണ് ട്രാവൽ പോകാത്തത്, യാത്രകളൊന്നും പോകാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അഭിനവും അവൻ്റെ ചേട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും നമുക്ക് ബൈക്ക് റിലേറ്റഡ് വീഡിയോ ആണല്ലോ, നമുക്ക് വണ്ടികളുടെ ഡ്രാഗ് പെർഫോമൻസ് ബേസ്, അതായത് ഇനിഷ്യൽ പെർഫോമൻസ് ബേസുള്ള വീഡിയോസൊക്കെ നമുക്ക് ഒന്ന് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെയാണ് ഡ്രാഗ് വീഡിയോ എന്തായാലും വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടയർ നമ്മൾ ഒരുപാട് സംസാരിച്ച് ഇവിടെ എന്തായാലും നിൽക്കുന്നില്ല. വണ്ടിയുടെ ടയർ ഇവിടെ കേരളത്തിൽ നമ്മുടെ അതായത് ട്രിവാൻഡ്രം ലൊക്കാലിറ്റിയാണ്. ഞാൻ ട്രിവാൻഡ്രം ലൊക്കാലിറ്റി ഒരുപാട് ബൈക്ക് ഇത് MRFിൻ്റെ ഷോറൂമിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിടവും ഈ ഒരു ടയർ കിട്ടാനായിട്ടില്ല. ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്യൂക്ക് 200ൻ്റെ ആ ഒരു ടയറാണ് കേട്ടോ, 150, 60, 17. അപ്പം വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി ഭാഗം വരുന്ന നമ്മുടെ മാർത്താണ്ഡത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരിടത്ത് ഒരു MRFിൻ്റെ ഷോറൂമിൽ സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റോക്കാണ് പറഞ്ഞാൽ ഇരിപ്പുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അത് വാങ്ങാൻ പോകണം. പിന്നെ അപ്പം എൻ്റെ കൂടെ അഭിനവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ എന്തായാലും കൂടെ കൂട്ടണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. ഓക്കെ, ഉടനെ ചാടി വിടുന്നു ഹെൽമെറ്റൊക്കെ വെച്ച്. ഇതെവിടെ പോണേ? എവിടെ? ടയർ വാങ്ങാനാ? പോവാം. ചേട്ടാ ഒന്ന് ബാഗിലോട്ട് വലിക്കോ. കളിക്കാനോ? പാറശാലല്ല, മാർത്താണ്ഡം പോണ വഴിക്ക് ഒരിടത്ത്. അല്ല, ഇവിടെ ഒന്നുമില്ലടാ. ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും വിളിച്ചു ചോദിച്ചു, ഓരോടും ടയറില്ല. പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വില അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. അടി തട്ടി ചേട്ടാ. ഈ ഒരു ടയർ MRFിൻ്റെ ടയർ ഡ്യൂക്കിൻ്റെ 150, 60, 17 ആ ഒരു ടയർ എടുക്കാനായിട്ട് നമ്മളിങ്ങ് തമിഴ്നാട് വരുന്ന കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ട്രിവാൻഡ്രം ഫുള്ള് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിന് ടയർ ഷോപ്പുണ്ട്. അപ്പം അവനോട് വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 4000 ഷോറൂമിലെല്ലാം റേറ്റ് വന്നിട്ട് 4000 രൂപയാണ്. പക്ഷേ അവൻ എനിക്ക് 3800 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അവർക്ക് ആ ഒരു റേറ്റിന് കിട്ടും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്ലാൻ ഇട്ടിരുന്നപ്പം ഒരിടത്തും സ്റ്റോക്കില്ല, അങ്ങനെ അവനാണ് നമുക്ക് കോൺടാക്ട് ഇവിടെ തമിഴ്നാട് ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നത്. അതായത് കറക്റ്റ് മാർത്താണ്ഡത്ത് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ പക്ഷേ വില കൂടുതലാണ്. ഇവിടെ കേരളത്തിൽ ഇങ്ങനെ സാധനം നോക്കൗട്ടാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ വില കൂട്ടിയത്. കാരണം നമ്മൾ ഇവിടെ എന്തായാലും കേരളത്തിൽ എടുക്കുന്നതിനേക്കാളും 10-200 രൂപ എന്തായാലും കുറവായിരിക്കും കേട്ടോ തമിഴ്നാട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് 4100 രൂപയാണ്. അതായത് ഇവിടത്തേക്കാളും 100 രൂപ, ഇവിടുത്തെ ഷോറൂം പ്രൈസിനേക്കാളും 100 രൂപ കൂടുതലാണ്. മനസ്സിലായത്? അപ്പം എന്തായാലും ഇവിടെ എന്തായാലും സാധനം എടുക്കാൻ പോകേണ്ട പ്ലാനാണ്. ഇന്നിപ്പം നമ്മുടെ ചാനലിൻ്റെ ഡ്രാഗ്, അതായത് വണ്ടിയുടെ ഡ്രാഗ് റേസ് അങ്ങനത്തെ ആ ഒരു ലെവലിലേക്കുള്ള വീഡിയോസൊക്കെ ഇരുന്ന വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ ഫുള്ള് ട്രാവൽ ബേസുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു. അല്ലാതെ ഈ ഒരു ഡ്രാഗ് റേസൊക്കെ ഇപ്പോൾ വന്നതാണ്. അതായത് വണ്ടിക്ക് ഈ ഒരു ടയറിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം വന്നതാണ്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഈ ഒരു മാസം ഓൾ ഇന്ത്യ കേട്ടോ, ഓൾ കേരള ട്രിപ്പ് നമ്മൾ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം സുധീഷിനെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏറ്റവും ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒന്ന് കണ്ടിട്ട് കേട്ടോ.
എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഓൾ കേരള ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിപ്പം ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് വണ്ടിയുടെ ടയർ മാറാമെന്നുള്ള പ്ലാനായിരുന്നു. മൊത്തം ബ്ലിങ്ങായി വണ്ടിയുടെ ടയർ 100 മൊത്തം കൽപ്പ് തകർത്ത് പോയി കഴിച്ചു അങ്ങനെ. അപ്പോൾ അതിനുശേഷം എന്തായാലും വണ്ടിയുടെ ടയർ മാറാമെന്നുള്ള പ്ലാനായി. പിന്നെ ബാക്കി കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തായാലും വണ്ടിയിൽ എനിക്ക് ഒരു റൈഡിങ് ജാക്കറ്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വാങ്ങാനായിട്ട് വാങ്ങണം. അത് അങ്ങനെ ഫണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് അതിർത്തി സ്ഥലമുണ്ടാകും. തമിഴ്നാട്ടിലേക്ക് ബസ് പോകണില്ല. ഇവിടെ എല്ലാം വന്നിട്ട് ഈ ഒരു അതിർത്തി പ്രദേശത്ത് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ടായിരിക്കും നമ്മളപ്പുറത്ത് പോകേണ്ടത്. അവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ ഒരു കളിക്കാവള എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് നമുക്ക് കൈക്കൊണ്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ ബസ് പോകുന്നുണ്ടല്ലോ പോലീസ്, കേരള പോലീസ്. ഇതുവരെ ഉള്ളൂ. ഇവിടെ അടുത്തെവിടെ ഉണ്ടോ ഷോറൂം? എൻ്റെ ഒരു എംആർപിൻ്റെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മളിവിടെ എത്തിയാട്ടോ. നമ്മൾ ഗോപ്രോയുടെ ബാറ്ററി ഒന്ന് മാറാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുതലാളി അവിടെ നോക്കുകയാണ്. ആൾ ഇടിയായിട്ട് തരുമെന്തോ. എന്തായാലും കയറി ചോദിക്കാം. ശരിയാണോ ഗൈസ്? അങ്ങനെ നമുക്ക് 4100 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയാട്ടോ. എന്തായാലും സാധനം ഇവിടെ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട്, കേരളത്തിലുണ്ടായിരുന്ന ഈ ഷോറൂം പ്രൈസ് 4000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയാൽ. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ പോയിരുന്നെങ്കിൽ അവൻ 200 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് 3800 നമുക്ക് തന്നേനെ. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ 4200 വാങ്ങേണ്ടി വന്നു. വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടയർ വാങ്ങിയതാട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് വന്ന് വാങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ പോവാം. ഓക്കെ പൈസ. അങ്ങനെ നമ്മൾ ടയറും വാങ്ങി തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു രീതിയിലുള്ള റേറ്റ് അഡ്ജസ്റ്റ് ഒന്നും അവിടെ ചെയ്തില്ല. നമുക്ക് 4100 എന്ന് പറഞ്ഞ് 4100 തന്നെ ആ ഒരു ടയർ കിട്ടി. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഈ ഒരു ടയർ നമ്മുടെ വണ്ടിയിലേക്ക് ഇടുന്ന. എന്തായാലും അവൻ്റെ കടയിൽ കൊണ്ടുപോയില്ല ഇടുന്നത്. ഇവിടെ എന്തായാലും അതിൻ്റെ സെറ്റപ്പും ഇല്ല. ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അവിടെ കൊണ്ട് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ സുഹൃത്ത് അവൻ കോൺടാക്ട് ചെയ്ത് വിട്ടതല്ലേ. പിന്നെ ഈ ഒരു ടയർ വാങ്ങിയതിൽ വണ്ടിയുടെ ഇതിന്, അതായത് വണ്ടിക്കിപ്പം സൈസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യില്ലേ. 140, 70, 17 അതിനെ 150, 60, 17 നമ്മൾ ഇടുന്നതാണ്. അപ്പം വണ്ടിയുടെ പെർഫോമൻസ് ബേസിന് എന്തെങ്കിലും ബാധിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇടാനുള്ള പ്ലാനുണ്ട്, ഇടുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ, അതായത് ട്രാവൽ ബേസ്ഡ് വീഡിയോസൊക്കെ അല്പം ലെങ്തി ആയിരിക്കും. 30 മിനിറ്റിന് മേൽ. അത് നമ്മുടെ ചാനൽ മാത്രമല്ല, ഏതൊരു ചാനൽ നോക്കിയാലും ട്രാവൽ ബേസ്ഡിലുള്ള വീഡിയോസൊക്കെ അല്പം ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ 30 മിനിറ്റിന് മേളിലോട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നേരെ പകുതിയാക്കി 2 പാർട്ടാക്കി നമ്മൾ ഇടാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതലൊന്നും അങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ മറ്റേ നമ്മുടെ ഡ്രാഗ്, വണ്ടിയുടെ പെർഫോമൻസ് ബേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ലെങ്തി വീഡിയോസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ജ്വല്ലറിയിൽ വലിയ ഗ്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ബൈക്ക് ഇരിക്കുന്നതെന്നുള്ള ഒരു കണക്കറിയാൻ വേണ്ടിയിട്ട്, അടിപൊളി കണക്ക് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട്, നമ്മളെങ്ങനെയാണോ ലുക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വല്ല കടകളുടെയൊക്കെ സൈഡിൽ വലിയ ഗ്ലാസ്സൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ നോക്കും. കൊള്ളാമോ അത് ഇതുപോലെ. നല്ല ലുക്കുണ്ട്. പോടാ അങ്ങനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ്? അങ്ങനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. അടിപൊളിയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് വണ്ടിയിൽ എങ്ങനെയാണ്, അടിപൊളിയാണോ എന്നൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ ബിലോ. ടയറിനെ സൂക്ഷിച്ച് വേണോളാം. സ്ക്രാച്ച് ആക്കല്ലേ, തറയി വീഴല്ലേ. നിനക്ക് കണ്ടവൻ്റെ സാധനം, പക്ഷെ അതെനിക്ക് സാധനം, എൻ്റെ സാധനം. ഓക്കെ മുതലാളിയൊക്കെ ശരി തന്നെ. നമ്മുടെ പുതിയ ടയറിലെ പുതിയ വണ്ടിയിലെ പുതിയ ടയർ ഇടുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. റിമ്മ് സ്ക്രാച്ച് ആവുമെങ്കിൽ പൈസ തരില്ല. എന്താ നോക്കണേ, മുതലാളിയൊക്കെ ശരി തന്നെ. സ്ക്രാച്ച് ആക്കി ഗൈസ്, സ്ക്രാച്ച്. ഇതിവിടെ സ്ക്രാച്ച്. ഈ മെഷീനൊക്കെ നീ വാങ്ങിയതാ? എത്ര വയസ്സായി?
നിനക്ക് 15 23 വയസ്സായി നിനക്ക്. മുതലാളിയായി വലിയ മെഷീനൊക്കെ ഇരിക്കുന്നു കടയിൽ. വാവ്, നാളെ മുതൽ ഞാനും പറഞ്ഞോടാ. പക്ഷെ ജോലിയും ചെയ്യില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോട് വല്ല നെറ്റ് ബോൾട്ടൊക്കെ എടുത്ത് വന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അവിടെ നിന്നുള്ളതാണ് ഞാൻ പിടിക്കണോ അവിടെ. സതീസാഹസ്യമായ ടയർ റിമെല്ലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തരുന്നുണ്ട് പൊട്ടുമല്ലേ ഇപ്പം. അങ്ങനെ നമ്മൾ ഡ്യൂക്ക് 200 ടയർ എടുത്തിട്ടാണ്. ഒരുപാട് ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വണ്ടി സെറ്റ് ചെയ്യണം, ടയർ സെറ്റ് ചെയ്യണം, ആ ഒരു വീഡിയോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അഭിനവ് ഇവിടെ വന്ന് വേണമല്ലേ. കുഴപ്പമില്ല. ഇവിടെ ടയർ അവനെ നമ്മളിവിടെ സഹായിച്ചിട്ടാണ് ടയർ ഇട്ടത്. അതുകൂടെ പറയണ്ടേ. ഇവിടെ പോട്ടാ. ഓക്കെ, പിന്നെ അടുത്ത് വീണ്ടും കഷ്ടപ്പാടിലാണ് ഗൈസ്. അടുത്ത വണ്ടി ഒന്ന് വീലടിക്കാൻ എപ്പോടാ. ഇവിടെ പോട്ടോ. ഓക്കെ, ബൈ. ഗൈസ്, പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് നാരോ ആയിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ മൈലേജിന് എന്തോ അറിയില്ല കേട്ടോ. അതെന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ പറയാം. ടയർ മാറിയതിന് ശേഷം മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. ഇപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വണ്ടിക്ക് 47 മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, 47. അപ്പോൾ എന്തായാലും പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനി വേറെ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അതായത് ഇനിയുള്ള ചെറിയൊരു അപ്ഡേഷനായിട്ട്, അതായത് ചാനലിൽ ചെറിയൊരു അപ്ഡേഷനായിട്ട് നമ്മൾ ഡ്രാഗ് വീഡിയോസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് പറയുന്നതിന് മുന്നേ, അതായത് പറയുന്നതിന് മുന്നേ നമ്മളിത് ചെയ്തിട്ടാണ് വീഡിയോ ഇതിപ്പോൾ പറയുന്നത്. 2-3 വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിത് പറയുന്നത് തന്നെ. അപ്പോൾ ഇനി മുതൽ എന്തായാലും നമ്മുടെ ഡ്രാഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ടാകും, പെർഫോമൻസ് ബേസുള്ള. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ബേസുള്ള വീഡിയോസ് എന്തായാലും ചെയ്യണമുണ്ട്. അപ്പം ഈ ഒരു അതായത് ഓൾ കേരള ട്രിപ്പ് എന്തായാലും ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി എന്തായാലും സോളോ ട്രിപ്പും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ്റ് അപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.